ദേ സാറേ, സാറിന് സ്പെഷ്യൽ ചായ. ചാക്കോ, താനിതിനകത്ത് വല്ല വിഷം കലക്കിയിട്ടുണ്ടോ? ദേ വെറുതെ വേണ്ട സാറേ. സാറൊക്കെ ജീവിച്ചിരുന്നാലേ എനിക്കും കാശ് കിട്ടത്തുള്ളൂ. ചെല്ലു. സാറേ, നിങ്ങൾ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റിലുണ്ട്. ആധാരം, നികുതി റെസിറ്റ്, കുടിയുടെ സർട്ടിഫിക്കറ്റ്. ഇനിയെങ്കിലും എനിക്ക് ആ ലോൺ തന്നൂടെ? എല്ലാം ഇല്ലേ സാറേ? ചേട്ടാ, ഇതില് മുന്നാധാരം ഇല്ലല്ലോ. എന്റെ മുത്തപ്പ, ഇത് നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടില്ലല്ലോ. ചേട്ടാ, അതുകൂടെ വേണം. അതുകൂടെ തന്നാ എനിക്ക് ലോണ് കിട്ടുക സാറേ? ചേട്ടൻ അതുകൊണ്ട് വാ, നമുക്ക് നോക്കാം. ശരി സാറേ. മാനേജറെ, പലിശ ഇപ്പൊ ഒരാഴ്ചയിലായിട്ടുള്ളൂ. അതിപ്പോ ഏത് ദിവസം തന്നാലും 1-ാം തീയതി തന്നെ പലിശ മേടിക്കാൻ പട്ട് പറഞ്ഞിനി. കാസെടുക്ക്. വിഷ്ണു, സർ, കാഷ്വൽ ഇരിപ്പുണ്ടോ? സതി കൊണ്ടുവന്ന ഡെയിലി കളക്ഷൻ ഉണ്ട്. പലിശ കൊടുക്കണം. കൊടുത്തേക്ക്. ചെന്നാ മതി. ആടെ പിന്നെ കണക്കെല്ലാം കൃത്യമാക്കി വച്ചോ. ആടെ നിങ്ങളുടെ വലിയ മാനേജറല്ലേ, മൂപ്പര് വന്നില്ല. ആര്? വിജയ് സാർ? അപ്പാ വിജയ് സാറ് തന്നെ. ഈടെ വരുമ്പോഴെല്ലാം ഭട്ടിന്റെ വീട്ടിൽ വരലുണ്ട്. ഇന്നും വന്നിനി. ശരിപ്പാ. ആ ഭട്ടും വിജയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഏയ്, അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അയാൾ ഇടക്കിടക്ക് ഭട്ടിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. വിജയ് എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. അയാൾ പറഞ്ഞ കാര്യം ചെയ്യാം, പൈസ മേടിക്കാം. ഞാൻ അത്ര ആലോചിക്കുന്നുള്ളൂ. ഞങ്ങളെ 3 പേരെയും പൊട്ടന്മാരാക്കാന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി. അതെന്തെങ്കിലും കഴിഞ്ഞില്ലേ? നമ്മളെല്ലാവരും ഇതിനു മുന്നേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും അറിയാതെ ഒരാൾക്ക് വേണ്ടി ഇതിന് നിന്ന് കൊടുക്കരുത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഷാനവാസ് ഈ കേസ് നമ്മളിലെ അവസാനിപ്പിക്കും. അതെ, ഇവിടെ ഒരു ബാങ്ക് തുടങ്ങി ആളുകളുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കലല്ല വിജയന്റെ ഉദ്ദേശം. പിന്നെ ഭട്ടിന്റെ കയ്യിലുള്ള സ്വർണം. 80കളിൽ ബോംബെ അധോലോകവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലമായിരുന്നു കാസർഗോഡ്. അതിനൊരു കാരണമുണ്ട്. നേവൽ പെട്രോളിംഗ് ഏറ്റവും കുറവുള്ള തീരദേശമായിരുന്നു കാസർഗോഡിൻ്റേത്. ദുബായിൽ നിന്ന് ബോംബെയിലേക്കുള്ള സ്വർണം കാസർഗോഡ് തീരത്തിന് അടുത്തിറക്കി റോഡ് മാർഗം കൊണ്ടുപോകുമായിരുന്നു. അന്ന് അതൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു ലോക്കൽ ഡോൺ ഉണ്ടായിരുന്നു, CP മൂസ. അണ്ടർവേൾഡിൻ്റെ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ഗോൾഡ് കാരിയർ. അയാളുടെ ഡ്രൈവറായിരുന്നു ഈ രാഘവേന്ദ്ര ഭട്ട്. ആ സമയത്ത് വന്ന ഒരു കൺസൈൻമെന്റ് മിസ്സിംഗ് ആയി. 200 കിലോ സ്വർണവുമായി വന്ന ബോട്ട് ആരോ കടലിൽ വെച്ച് ഹൈജാക്ക് ചെയ്തു. കാണാതായ സ്വർണം തേടി ബോംബെയിൽ നിന്നും ആളുകൾ വന്നു. മൂസയാണ് സ്വർണം മാറ്റിയതെന്ന് അവരോട് ഭട്ട് പറഞ്ഞു. മൂസയെ കൊല്ലാനുള്ള അവസരവും ഭട്ട് ഒരുക്കി കൊടുത്തു. കാസർഗോഡ് മംഗലാപുരം ഹൈവേയിൽ വെച്ച് അവർ മൂസയെ വെടിവെച്ചു കൊന്നു. യഥാർത്ഥത്തിൽ സ്വർണം മാറ്റിയത് ഭട്ടായിരുന്നു. ബോംബെയിലുള്ള ആളുകൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഭട്ടിൻ്റെ കയ്യിലുള്ള ആ സ്വർണം കണ്ടെത്താനായില്ല. ബോംബെ കലാപത്തിൽ പല വമ്പന്മാരും അകത്തായി. കൂട്ടത്തിൽ ഈ 200 കിലോ സ്വർണത്തിൻ്റെ ഉടമ അക്ബർ ഷായി. ആ സ്വർണം അന്വേഷിച്ച് ഇനി ആരും വരില്ലെന്ന് ഉറപ്പായപ്പോൾ അതിൽ നിന്നും കുറച്ച് സ്വർണ്ണം എടുത്ത് വിറ്റ് കാശാക്കി ഭട്ട് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ ആ സ്വർണം അന്വേഷിച്ച് ബോംബെയിൽ നിന്ന് ആളുകൾ വരുമെന്നുള്ള ഭയം ഭട്ടിനുണ്ടായിരുന്നു. അതാണ് അയാളുടെ കൂടെ എപ്പോഴും ആളുകൾ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഭട്ട് ചതിച്ചു വന്ന മൂസ എൻ്റെ മാമനാണ്. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ്
അയാളെ എനിക്ക് മനസ്സിലായത്. ചെറുപ്പത്തിൽ മാമൻ്റെ കൂടെ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഭട്ട ആരാണെന്നുള്ളത് ഈ നാട്ടുകാർക്ക് അറിയേയില്ല. എനിക്ക് ബോംബെയിലും ചെന്നൈയിലൊക്കെ ചില മാർവാടി കണക്ഷൻസ് ഉണ്ട്, കുറച്ച് ഹവാല ഇടപാടുകൾ. ആ കേസിലൊക്കെ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. ആ കേസിൻ്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് വിജയ് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഭട്ടിൻ്റെ കയ്യിൽ സ്വർണം കിട്ടിയ വിജയ്ക്ക് നമ്മൾ ആരെ ആവശ്യമില്ല. ബാങ്ക് ഫേക്കാണെന്ന് നാട്ടുകാർ അറിയുമ്പോൾ നമ്മളെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. പിന്നൊരു അന്വേഷണവും വിജയുടെയും ഷാനവാസിൻ്റെയും നേരെ പോവില്ല. അപ്പൊ പിന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞ കാശ് അത് തരാതിരിക്കാനാണ് അവരുടെ പ്ലാൻ. വിഷ്ണു, നമ്മളിനി എന്താ ചെയ്യണ്ടേ? ലക്ഷ്മി നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. എനിക്ക് വേണ്ടത് പൈസയാണ്. വിജയ് എന്തായാലും പൈസ തരാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂടെയാണ് ഞാൻ. ഇത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കക്കാർപേട്ട ചെക്ക് പോസ്റ്റിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയൊരു കാറാണ്. പൂനെ രജിസ്ട്രേഷൻ. താൻ താമസിക്കുന്ന പൂനെൽ അപ്പാർട്ട്മെന്റിൽ തിരക്കിയപ്പോൾ തനിക്ക് ഇതേ മോഡലൊരു മാരുതി ഓമ്നി ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇത് എൻ്റെ വണ്ടിയല്ല സാറേ. ഇതും വണ്ടി തന്നെ വണ്ടി എങ്കെ? അയ്യോ, അത് ഞാൻ 3-4 മാസം മുമ്പ് വിറ്റു. ദേവരാജ്, 15 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട്. ഫിനാൻഷ്യൽ ക്രൈം ഡിവിഷനിലായിട്ട് തന്നെ 10 വർഷമായി. ഇതുവരെ ഞാൻ അന്വേഷിച്ച ഒരു കേസും തെളിയിക്കാതിരുന്നിട്ടില്ല. ഇത്രയും നാളിനിടയ്ക്ക് എന്നെ പറ്റിച്ച ഒരേ ഒരാൾ തൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവാണ്. 1989 നടന്ന ക്രൈമിനെക്കുറിച്ചും ഭട്ടിനെക്കുറിച്ചും അയാളുടെ കയ്യിലെ സ്വർണത്തെക്കുറിച്ചും വിഷ്ണു ഒന്ന് എന്നോട് പറഞ്ഞു. ആ പറ. സാർ ഒരാളെ റെയ്ഡ് ചെയ്യണം. ഇപ്പം തന്നെ പോകണോ അതോ കഴിച്ചു കഴിഞ്ഞിട്ട് മതിയോ? സാർ കളിയാക്കിയതാണ്. ഡോ, താൻ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ സമയം കളയാനായിട്ട്. ചെല്ല്. സോറി സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാറ് കേട്ട് കഴിഞ്ഞാൽ സാർ ഉറപ്പായി അയാളെ റെയ്ഡ് ചെയ്യും. സാർ ഈ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയമെങ്കിലും എനിക്ക് തരാം. ശരി, താൻ പറ. തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? അന്ന് മൂസയുടെ കൂടെ മരിച്ച സുകുമാരൻ എൻ്റെ അച്ഛനാണ് സാർ. എൻ്റെ അച്ഛനെ കൊലക്ക് കൊടുത്തിട്ട് അയാൾ ഇന്നും സുഖമായി ജീവിക്കുന്നു. ഒരു നിയമം അയാളെ തൊടുന്നില്ല. ഇത്രയും നാൾ ഇതൊന്നും പറയാതെ പിന്നെ ഇപ്പം ഇതൊന്ന് പറയാനുള്ള കാര്യം എന്താ? സാർ, ഇപ്പം അയാൾ താമസിക്കുന്ന നാട്ടിലെ ബാങ്കിലാണ് എനിക്ക് ജോലി. അന്ന് മുങ്ങിയ ബട്ടനെ പിന്നീട് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. വേറൊരു ഐഡൻറ്റിറ്റി, പലിശ ഇടപാട്, കൃഷിയൊക്കെയായി അയാൾ ലിക്വിഡ് ഫണ്ട് വെച്ചാണ് സാർ അയാളുടെ എല്ലാ പരിപാടികളും. ഇവിടെ ഇത്രയും സ്വർണ്ണമൊക്കെ കയ്യിലുള്ള ഒരാൾ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ തനിക്ക് ആൾ മാറിയത് അവനും വഴിയില്ലേ? അല്ല സാർ, എനിക്ക് ഉറപ്പുണ്ട് അയാളുടെ കയ്യിൽ ഇപ്പോഴും ആ സ്വർണ്ണമുണ്ട്. സാറിന് അത് ബോധ്യപ്പെട്ടാൽ മാത്രം സാർ അയാളെ റെഡി ചെയ്താൽ മതി. പിന്നെ
സാറിനത് പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് പുറത്ത് പറയരുത്. ജീവന് കൊതിയുള്ളുണ്ട് സാർ.